ഈ വോട്ട് ചോരി ആരോപണം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാവായ രമേശ് ചെന്നിത്തല പറയുകയാണ്, ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു, ബീഹാറിൽ ജയിച്ചത് NDA അല്ല, മറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതെന്തെങ്കിലും അവസാനം ഉണ്ടാകുമോ? ഞാൻ ചോദിക്കുന്നതല്ല, രമേശ് ചെന്നിത്തലയുടെ തകർച്ച ഇപ്പോൾ ആര് പരിഹരിക്കുന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല എവിടെയാണ് നിൽക്കുന്നത്? രമേശ് ചെന്നിത്തല നിരാശവാനാണ്. ആ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല. വരുന്ന തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അയാളെ വായിൽ നിന്ന് വരുന്ന ചില മാനസിക വിഭ്രാന്തിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ആ വിഭ്രാന്തി അദ്ദേഹം വിളിച്ചു പറയുന്നു. എന്തെല്ലാം പറഞ്ഞിരുന്നു? വോട്ട് ചോരി പറഞ്ഞില്ലേ? ഇപ്പോൾ പറയുന്ന ഈ രമേശ് ചെന്നിത്തല തന്നെ പറയുന്ന മഹാരാഷ്ട്ര, ഹരിയാന, ഇപ്പോൾ ബീഹാറിൽ ആവർത്തിച്ചു. അത് നമ്മളും പറഞ്ഞത് തന്നെയാണ്. ഇവിടെയൊക്കെ പിന്നെ വിജയമുണ്ട്, മറ്റുള്ളവർ വിജയിച്ചു. ഇവർക്ക് എതിരായിട്ടുള്ള കക്ഷികൾ ആരാണെങ്കിലും അവർ വിജയിച്ചു. NDA വിജയിച്ചു എന്നുള്ളതാണല്ലോ അവർ പറയുന്നത്. അപ്പം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ പാർട്ടി ശ്രദ്ധിക്കണം എന്നാണ് അയാൾ പറഞ്ഞ കേട്ടോ. നിങ്ങൾ വിചാരിക്കുമ്പോൾ അയാൾ വരുന്നല്ല അയാൾ ചിന്തിക്കുന്നത്. കാരണം ഇനിയെങ്കിലും എൻ്റെ പാർട്ടി ഒന്ന് ചിന്തിക്കണം. കാരണം ഞങ്ങൾക്കിവിടെ നമ്മൾ ഒന്നായിട്ടെങ്കിലും കേരളത്തിൽ നിൽക്കണം, അല്ലെ കേരളത്തിലെ സ്ഥിതിയും പരിതാപകരമായിരിക്കും എന്ന് അയാളെ പാർട്ടി നേതൃത്വത്തിനോട് അയാൾ പറഞ്ഞത്. അത് വേറെ പറഞ്ഞു മാത്രം നിങ്ങൾക്ക് തോന്നിയതാണ് ഇപ്പോൾ അത് ശരിക്കും. ഇങ്ങനെ മറ്റൊരു അങ്ങനെ വേണ്ടപ്പോൾ ചിന്തിക്കാൻ. എന്താണ് ഇവർ പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷൻ ആണ് വിജയിച്ചത്. ഇലക്ഷൻ കമ്മീഷനല്ല വിജയം പ്രഖ്യാപിക്കുക. വിജയം അപ്പോൾ ഇവർ അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ മഹാസഖ്യം വിജയിച്ചിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു അവർ? ആ സമയത്ത് അവർ പറഞ്ഞത്, പിന്നെ വിജയിച്ച ആൾക്കാരെ കുറച്ചെങ്കിലും ഉണ്ടല്ലോ, തുച്ഛമായിട്ടാണ്. കോൺഗ്രസ് തറ പറ്റി, പക്ഷെ ആ ഒപ്പം നിന്നവർ കുറച്ചെങ്കിലും ആൾക്കാർ ജയിച്ചു വന്നിട്ടുണ്ട്. അവരുടെ വിജയം എങ്ങനെ അവർ പറയാം? ആ വിജയത്തെക്കുറിച്ച് പറയണമല്ലോ. അപ്പം വോട്ട് ചോരി എന്ന് പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ, അതായത് മുകളിൽ നിൽക്കുന്ന അയാൾ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇനിയും അയാളെ കൂടി തകരാൻ വേണ്ടി ശ്രമിക്കുന്ന അതിൻ്റെ പ്രതിനിധി, അതായത് ഭാരത പ്രതിപക്ഷ നേതാവിൻ്റെ കേരളത്തിലെ പ്രതിനിധിയായി ചമയാനുള്ളൊരു ശ്രമമായിരിക്കാം ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കൊടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. ആദ്യമേ തന്നെ പ്രസ്ഥാനം, അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനം കൊടുത്താൽ ഞാൻ മുമ്പിൽ എപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമാണല്ലോ. ഇവിടെ നശിച്ചാലും വേണ്ടിയില്ല, ഞാൻ മുമ്പിൽ നിന്ന് കാണിക്കണം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. പോരാത്തത് അവർക്കിപ്പോൾ ഏറ്റവും വലിയ പരിതാപകരമുള്ള ഒരു സ്ഥിതി ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഹതാപം പിടിച്ചു പറ്റി ഇനിയെങ്കിലും നമുക്കൊന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ അകത്തെ തമ്മിൽത്തല്ല്, UDFൻ്റെ അകത്തുള്ള തമ്മിൽത്തല്ല് മാറ്റാനും വേണ്ടിയുള്ളൊരു ശ്രമം കൂടിയാണ്. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ നിന്ന് അത്ര മനസ്സിലാക്കിയാൽ മതി. രമേശ് ചെന്നിത്തല അതേപോലത്തെ ആൾക്കാർ എപ്പോഴും കേരളത്തിൽ അങ്ങനെയാണല്ലോ പറയാറ്. അല്ലാതെ സത്യസന്ധമായിട്ടൊരു തെരഞ്ഞെടുപ്പ് നടന്ന് ആ തെരഞ്ഞെടുപ്പിൽ ഇവരല്ലേ രാഷ്ട്രീയക്കാരല്ലേ, കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയം പഠിച്ചു വരുന്ന നേതാക്കൾ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഹരിയാനയിൽ അങ്ങനെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നേറ്റം ഉണ്ടാക്കിയ ശേഷം അവിടെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തമ്മിലടിയാണ് അവിടെ പരാജയത്തിന് കാരണം. കേരളത്തിലും ഈ തമ്മിലടിയുണ്ട്. അപ്പോൾ തമ്മിലടി കാരണം പരാജയപ്പെടുമ്പോൾ അത് വോട്ട് ചോരിയായി മാറുന്നത്. ബീഹാറിലും സംഭവിച്ചത് തന്നെയാണ്. ബീഹാറിൽ ഇപ്പം സംഭവിച്ചതിൽ ഇവരെ തമ്മിലടി ഒരു പ്രധാനപ്പെട്ട അതെ, അതല്ല പരസ്പരം മത്സരിച്ചില്ലേ അവര്. അപ്പം ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു വിഭാഗം കേരളത്തിൽ ഇതിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ജനങ്ങളെ അപ്പോൾ മണ്ടന്മാരാക്കാനാണ് അവരുടെ ആഗ്രഹം. അതാണ്. ഈ മണ്ടന്മാരാകാൻ വേണ്ടി ജനങ്ങൾ നിന്ന് കൊടുക്കുന്നത് കൊണ്ടല്ലേ ജനങ്ങൾ ബീഹാറിലിപ്പം കണ്ടെന്ന ജനങ്ങൾ ചിന്തിച്ചു. ജനങ്ങൾ അങ്ങേയറ്റം വരെ ചിന്തിച്ചു. ഇത്രയും കാലം ബീഹാറിലെ ജനങ്ങളെ മുമ്പ് ബീഹാറിൽ ഈ സർക്കാർ വരുന്നതിന് മുമ്പ് അവർ മണ്ടന്മാരാക്കിയിട്ട് വെച്ചിരുന്നത്. ശരിക്കും അവരെ ജംഗൽ വിഭാഗമായിട്ട് കണക്കാക്കിയിരുന്നു. അവർ കാട്ടുഭരണമായിരുന്നില്ലേ അവിടെ ആദ്യം പണ്ട് നടന്നിരുന്നത്. ആ കാട്ടുഭരണത്തിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇപ്പം അവരെ കാട്ടുഭരണത്തിന് സംരക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവിടെ നടക്കുന്നു. കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നു.
അവർ ഉയർത്തിക്കൊണ്ടുവരാൻ ഇനിയും കാലങ്ങളെടുക്കും. ശരിക്ക് അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നു. ഭക്ഷണം കിട്ടാതെ തെരുവിലിറങ്ങി നടന്നിരുന്ന ആൾക്കാർ, യാചിച്ചും കൊണ്ട് നടന്നിരുന്ന ആൾക്കാർ, ആ ആളുകളെ അവർ ഉയർത്തിക്കൊണ്ടുവന്നു. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് നേരാൻ വണ്ണം ഭക്ഷണം കഴിക്കത്തിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു, അവർക്ക് വീടുകൾ വെച്ചു കൊടുക്കാനുള്ളതാക്കി. ഈ വിധത്തിൽ മുഴുവൻ ഏതെല്ലാം വിധത്തിൽ ഒരു ജനവിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരണോ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പൂർണ്ണതൊന്നും ആരും പറയില്ല. ഏതായാലും അത്രയും കാര്യങ്ങൾ ചെയ്തപ്പം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ ഈ വോട്ട് ചെയ്തിരിക്കുന്നത്. അംഗീകരിക്കാൻ മടിയാണ്. അപ്പം ജനങ്ങളുടെ സത്യസന്ധത, ഇവർ ജനങ്ങളെയാണ്, പൊതുജനത്തിനെയാണ് ഇവർ കരുതിയാക്കുന്നത്. പൊതുജനത്തിനെയാണ്. കാരണം ഈ വോട്ട് ചെയ്ത ആൾക്കാർ മുഴുവൻ കുഴപ്പക്കാരാണെന്നല്ലേ ഇവരുടെ വാക്കിനെ പറ്റി പറയാൻ പറ്റും. സത്യസന്ധമായി ചിന്തിച്ച് പഠിച്ച് വോട്ട് ചെയ്ത ആൾക്കാർ വെറും അവിടെ പോയിട്ട് എന്താണ് പറയുക, ഒരു തരം മസ്മറീസോ മാജിക്കൊന്നും കാണിച്ചിട്ടല്ലല്ലോ. അവിടെ ഇറങ്ങി പ്രവർത്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ ഇതുവരെ നടന്നിരുന്ന ഭരണത്തെ അവർ വിലയിരുത്തിയിട്ടാണ് ഈ വോട്ട് ചെയ്തത്. ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അവിടെ പ്രാവശ്യം വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചില്ലേ? വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് ആരുടെയാണ്? അത് യുവാക്കന്മാരുടെയും മുമ്പ് പറഞ്ഞതുപോലെ സ്ത്രീകളുടെയാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിരിക്കുന്നത്. ആ ആളുകൾ കാര്യമായി മനസ്സിലാക്കണം, യുവാക്കന്മാരും സ്ത്രീകളും എന്നുള്ള നിലമാക്കി എന്നുള്ളതല്ല കാണേണ്ടത്. അത് കണ്ട സമയത്താണ് ഈ അങ്കലാപ്പ്. ഇപ്പം പരാജയപ്പെട്ട സമയത്ത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പ് ഇതാണ് ഇലക്ഷൻ തട്ടിപ്പാട് നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം എല്ലാ കാലത്തും പറഞ്ഞതാണ്. അവർ വിജയിച്ച സ്ഥലത്താണ് ഇത് പറയില്ല. കുറച്ചുനാള് EVM-ന്റെ നെഞ്ചത്തായിരുന്നു, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നെഞ്ചത്താണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരായിട്ട് വിജയിക്കാനും പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. അവസാനം ആരൊക്കെയോ പറഞ്ഞതുപോലെ ഒരു കോൺഗ്രസ് വിമുക്ത ഭാരതം അവർ തന്നെ സൃഷ്ടിക്കുക. ആരും പറയുന്നില്ല. ശക്തിയുള്ള പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷം കോൺഗ്രസ് ആണെങ്കിൽ വരട്ടെ. ആരും തന്നെ അല്ലാതെ അവർ തന്നെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഇല്ലാതെ ആയിക്കോളാം, എന്നിട്ട് കിട്ടുന്നത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോക്കറ്റിലിടാം. ഇത് അവരുടെ ആഗ്രഹം തന്നെയാണ്. അവർ തന്നെയാണ് സ്വയം അവരില്ലാതെ ആക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് മറ പിടിക്കുകയും അതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി രമേശ് ചെന്നിത്തല അധപ്പതിച്ചിരിക്കുന്നുണ്ട്. മനസ്സിലാക്കാൻ കേരളത്തിൽ ഇങ്ങനത്തെ ഒരാളാകാൻ പാടില്ല. ശരി, കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച്, കേരളത്തിൻ്റെ വിദ്യാസമ്പന്ന അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് ഇത്രയും ആൾക്കാർ ഇവിടെ അവരുടെ തന്നെ ചിന്തിക്കുന്ന ശശി തരൂരിനെ പോലെ ആൾക്കാരുണ്ടല്ലോ. അവരെന്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാത്തത്? ശശി തരൂരിന്റെ അടുത്ത കാലത്ത് മുഴുവൻ നല്ല കാര്യങ്ങളെ മുഴുവൻ അദ്ദേഹം പുകഴ്ത്തി പറയുന്നുണ്ട്. അങ്ങനത്തെ പലരും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് വേണ്ടേ കാര്യങ്ങൾ ചിന്തിക്കാനും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അറിയില്ലെങ്കിലും മിണ്ടാതിരിക്കണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.